എപ്പോഴാണ് നമ്മൾ കിഫ്ബിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഈ 10 വർഷത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. 99-ന് കിഫ്ബി രൂപീകരിച്ചെങ്കിലും അതിന് ഇടയാക്കിയ സാഹചര്യം ഈ ബജറ്റിനകത്ത് നിന്നുകൊണ്ട് വലിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോഴാണ്. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച FRBM ആക്ട് പോലെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്ററി മാനേജ്മെൻറ്റ് ആക്ട് പോലുള്ള നിയമനിർമ്മാണങ്ങൾ, ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി ഒരു നിശ്ചിത, ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% എന്നാണ്, അത് നിർത്തണം തുടങ്ങിയ വ്യവസ്ഥകളെല്ലാം വന്നപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, അതിനുവേണ്ടി നാം കണ്ടെത്തിയൊരു നൂതന മാതൃകയാണ് കിഫ്ബി. നേരത്തെ കിഫ്ബി ഉണ്ട്, പക്ഷെ അതിനെ ആ നിലയിൽ ഉപയോഗിക്കുക എന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരള വികസന മാതൃകയുടെ ഒരു പരിമിതി. നമുക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ പുരോഗതി കൈവരിച്ചപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പിന്നിലായിരുന്നു എന്നതാണ്. അതില്ലെങ്കിൽ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും അതുവഴി ഈ സാമൂഹിക നേട്ടങ്ങളെ നിലനിർത്താനും കഴിയില്ല. ഈ സാമൂഹിക നേട്ടങ്ങളെ നിലനിർത്തണമെങ്കിൽ തന്നെ സാമ്പത്തിക വളർച്ച ഉണ്ടാവണം. സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ വൻതോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആവണം. അതിന് ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ അതിന് സ്വകാര്യ നിക്ഷേപത്തെ മാത്രം ആശ്രയിക്കുക എന്ന് വന്നാൽ അതിന് ചില കാര്യങ്ങൾ നമ്മൾ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ റോഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ടോൾ വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഈ കിഫ്ബിയുടെ സാധ്യത ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കിഫ്ബി കേരളത്തിൽ ഇപ്പോൾ 1 ലക്ഷം കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത് സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അതാണ് വിസ്മയം എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.